ഉണ്ടാക്കുന്നതാണ്. ഇല്ലാതാണ് ഗുരുതരമായ പ്രശ്നമാണ്. ആലോചിച്ചു, അന്വേഷിച്ചു, പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്കൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് മേലെ പിന്നിൽ പോകേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം. ആ വാർത്തക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ പിന്നിൽ പോയിട്ട് നടത്തേണ്ട ചില കാര്യമുണ്ട്. ഒരു ആവശ്യമില്ലാന്ന് സുബ്രഹ്മണ്യം. അത് നോക്കിക്കോട്ടെ, എങ്ങനെ പരിശോധിച്ചു നോക്കട്ടെ. ഞങ്ങൾക്ക് അതിന്റെ എതിർപ്പില്ല. സുബ്രഹ്മണ്യം നിങ്ങൾ കുറെ ദിവസമായില്ലേ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇനിയിപ്പോൾ അത് പിണറായി ഇന്നലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവേണ്ടതാണ്. നിങ്ങൾക്ക് ഇനിയും പൂർണ്ണമാകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇത് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണമാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെന്റ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യാവില്ല. ആ ബോധ്യാവാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. അത് വർഗപരം കൂടിയാണ്. പിന്നെ തെറ്റൊന്നുമല്ല. നിങ്ങളെ ശരി മതി, പോവാം. കണ്ടുപിടിക്കാം. അതിനെ ചരിത്രം തന്നെ കണ്ടുപിടിച്ചോളൂ. നിങ്ങൾക്ക് നാളെ വാർത്ത എഴുതാൻ വേണ്ടി ഞാനിത് പറയണമെന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാനിത് പറയാൻ പോകുന്നില്ല. ഒരു പദ്ധതി അത് 2 മാസം വിസിറ്റ് വിസയിലേക്ക് ദുബായിൽ പോകുന്ന ആൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക. അതിലെ പ്രധാനപ്പെട്ട ഒരാൾ അമാന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്തത് പ്രകാരം അറസ്റ്റ് ചെയ്തു. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടുത്ത നേതാവ് കൂടിയാണ് ഇയാൾ. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ലീഗിന്റെ മുന്നിൽ നടക്കുന്ന ബന്ധുക്കളുടെ ദുരൂഹത പുറത്തു വരുന്നുണ്ട്. മാഷിന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സംശയം പോരെ. കണ്ടതാണ്. അതായത് എനിക്കതിൽ അനുഭവമൊന്നുമില്ല. ഇമാതിരിയുള്ള നിരവധി ആളുകളുമായിട്ട് ഇവർക്കെല്ലാം നല്ല ബന്ധമുണ്ട്. അതെല്ലാം മൂടി വെച്ചിട്ട് പിണറായിക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അവർ ഓരോരുത്തരെ പറ്റി കൃത്യമായിട്ട് അന്വേഷിച്ച് തിരിഞ്ഞു പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എല്ലാം ഉള്ളടക്കം മുഴുവൻ കിട്ടും. ദോഷമാണ്. അതുകൊണ്ട് അവർ പിൻവലിച്ചത് ദോഷമാണ്. അത് പിൻവലിച്ചതോടുകൂടി ആ ദോഷം പോയി, മുള്ളു പോയി. അതാ ഞാൻ പറഞ്ഞത്. അത് മുള്ളു അതോടുകൂടി പോയില്ലേ ആ പ്രഖ്യാപനത്തോടുകൂടി. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി കാര്യം ശരിയായി. അക്ഷരാഭ്യാസമുള്ളവരും വായിക്കുന്നവരല്ലേ കേരളീയ ജനങ്ങൾ. അപ്പൊ അവർക്ക് വരും. ഇല്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കണം. അല്ല, നിങ്ങൾ പറഞ്ഞാൽ ചോദിക്കാം. നോക്കാം. പറയാം. അല്ലല്ല, സുബ്രഹ്മണ്യം പാർട്ടി അംഗമൊന്നുമല്ല. അനുഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നുമല്ല. കൂടിക്കാഴ്ച പിന്നെന്താ? ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ. അന്വേഷണം നടത്തട്ടെ. CPI പറയുന്നത് ഞങ്ങൾ ആവർത്തിച്ചുകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബോധ്യമുണ്ട്. ആ ബോധ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാം കാത്തിരിക്കുകയാണ്. അത് അന്വേഷണം വന്നതിന് ശേഷം ശരിയായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള ഉറച്ച നിലപാടാണ് CPM-ന്. അല്ല, എന്താ വിഷയം എന്നുള്ളതെല്ലാം പരിശോധിച്ച് വരട്ടെ എന്ന്. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വേണ്ടാത്ത കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അന്വേഷണം വേണമെന്നുള്ളതുമാണ്. തെറ്റായ എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അത് ഗൗരവകരമായി കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഹിന്ദു അതിന്റെ എല്ലാ മാന്യതയും വെച്ച് നിങ്ങൾക്കൊന്നുമില്ലാതെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ലാതെ ഈ ഒരു മാന്യത ഞങ്ങൾക്ക് ദശവ് പറ്റിപ്പോയി, ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ദേശീയ പത്രമായ ഹിന്ദുവിനാണ്. അത്ര അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും വേണ്ട. ഒരു PR ഏജൻസി ഞങ്ങളെ സംബന്ധിച്ച്
അവര് പറഞ്ഞത് തന്നെ ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അവരെല്ലാം പറയും അത് അംഗീകരിക്കുന്നില്ല. ഇല്ലാതെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ല, എങ്ങനെയും കണ്ടാലും അത് തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു PR ഏജൻസി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട, എന്നാലേ അംഗീകരിക്കുള്ളൂ. നിങ്ങൾ എന്തൊരു ചോദ്യം ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കുറേ പറഞ്ഞല്ലോ. അതായത് PR ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാ? ഗവൺമെന്റാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു, അതോടെ തീർന്നില്ലേ? പിന്നെ നിങ്ങൾ പിന്നെ അതിന്റെ മേലെ വീണ്ടും പോയി ആവശ്യമില്ലാതെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഗവൺമെന്റിന്റെ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ട് കാര്യം അതാണ്. ഇനി നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട്, ഗവൺമെന്റ് വിരുദ്ധത കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ സൂത്രല്ലേ എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാ ഞങ്ങൾ. ഇമാതിരി ചോദ്യവും ഈ ചോദ്യത്തിന്റെ കുരുക്കുമെല്ലാം എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നയാ. ഡയറക്റ്റ് എഴുതി അറിയില്ല, വേണം അന്വേഷിക്കാം, നോക്കാം. നമുക്ക് തിരക്കില്ല, അതിന് ഒരു ജാഗ്രത ഉണ്ടാവും. നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന്റെ മിടുക്ക് കൊണ്ട് അത് കണ്ടുപിടിച്ചോ. ഹിന്ദു മാന്യമായ പത്രമാണെന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലെ അല്ല എന്ന് പറയാൻ ആപേക്ഷികമായിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങളാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്ന പ്രശ്നമില്ല. എന്ത് കളവ് പറഞ്ഞാലും ആ കളവ് ഞങ്ങൾക്ക് പറ്റിയ ഒരു പെശകായി പോയി എന്ന് പറയുന്ന അത്യപൂർവം ചില മാധ്യമവും കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമവും അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. എന്ത് കളവ് അവതരിപ്പിച്ചാലും ആ കളവ് അവതരിപ്പിക്കുന്നതിന് മേലെ ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ രീതി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ഹിന്ദു പത്രം സ്വീകരിച്ചത്. ഇനി നമുക്ക് മതിയാക്കാം ആ ഹിന്ദു പത്രത്തിന് വിട്ടുകളാം, വേറെ ഒന്നും വരാണ്ട് ചോദിച്ചു. അൻവറിൽ ചോദിക്കാൻ അൻവറല്ല ഈ അധ്യായത്തിനെ മാറി വെറുതെ അധ്യായം അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നയ നേതാവിന്റെ പിന്തുണ ഉണ്ടായാലും നടക്കില്ല. ഒരു നേതാവിന്റെയും പിന്തുണയില്ല, ഒരു അനുഭാവിന്റെയും പിന്തുണയില്ലാത്ത അവസ്ഥയിലേക്കാണ് അൻവർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. UDF-ന്റെ പിന്തുണ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഇനി ഞാൻ പറയുന്നത് അൻവറിന് പിന്തുണ ആരതാ? UDF-ന്റെ പിന്തുണയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ട്, SDP-യുടെ പിന്തുണയുണ്ട്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്തുണയുണ്ടെന്ന് കണ്ടാൽ മതി. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്തുണയും അതിനില്ല. ഒരു കണ്ണൂരിലെ ശക്തനുമില്ല. അതെല്ലാം കളവാണ്, എല്ലാം കളവാണ്. അൻവറിനൊന്നും കോട്ടിയാൻ തന്നെ പറ്റില്ല. എല്ലാം ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് ആ ബന്ധം ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. പാർട്ടിക്ക് ഒറ്റ പരാതി തന്നില്ല ഇതുവരെ. ആദ്യമായിട്ട് ഒരു പരാതി തന്നില്ല, അത് അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നെ വായിച്ചോട്ടെ, നിങ്ങളെല്ലാം വായിക്കും. ഞങ്ങൾക്ക് വേറൊരു പരാതി ഇതുവരെ തന്നില്ല. പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ഇല്ല, ദോഷമാണെന്ന് തോന്നുന്നില്ല. അൻവർ ഉൾപ്പെടെയുള്ള നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനമില്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് വളരെ ശക്തിയായിട്ട് മത്സരിക്കാനുള്ള സ്വാധീനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ മലപ്പുറം ജില്ലയിൽ എത്തിയത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തോ പെശകുപറ്റി പോയി എന്നുള്ളത് തിരിച്ചറിയൊന്നും വേണ്ട. അതിൽ ചെറിയ ആൾ പോയിട്ടുണ്ട്, ചെറിയ ആൾ നിന്നിട്ടുണ്ട്, ഉറപ്പായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ഉള്ളത് കൊണ്ടുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല. മലപ്പുറം ജില്ല എല്ലാവരുടെ ജില്ലയാണ്. ഇതിപ്പോൾ ആരെങ്കിലും ഒരു ജില്ലയൊന്നുമല്ല. മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിന് 1967 സഖാ VMS-ന്റെ ഗവൺമെന്റ് അല്ലേ. അന്ന് കോൺഗ്രസും ജനസംഘവും കൂടി ചേർന്നിട്ടാണ് സമരം നടത്തിയത്. അതിനെതിരായിട്ട് ജനസംഘവും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം ചേർന്ന് അവിടെ സമരം നടത്തിയതാണ്. കേരളത്തിലൊരു പാകിസ്ഥാൻ വരാൻ പോകുന്നു, കുട്ടി പാകിസ്ഥാൻ വരാൻ പോവുകയാണെന്നാണ് RSR എന്ന് പറഞ്ഞത്. അപ്പോൾ ജില്ലയിലെ അട്ടിപ്പാറൊന്നും ആരും അവകാശപ്പെടേണ്ട. ജില്ലാ സംവിധാനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അന്നത്തെ മുഖ്യമന്ത്രി സഖാ VMS-ഉം തന്നെയാണ്. ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. 57 വരെ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? മുസ്ലിങ്ങൾ 2ാം പൗരന്മാരായിരുന്നില്ലേ?